ഇതുവരെ നിങ്ങൾ ഇന്ത്യ കഴിക്കാത്തൊരു ഭക്ഷണം. വെറൈറ്റി വെറൈറ്റി സൂപ്പർ സൂപ്പർ. എനിക്ക് തന്നെ ഇത് കഴിക്കാൻ കൊതിയാവുന്നു. ഹായ്, നമസ്കാരം ഏവർക്കും. അപ്പോ ഞാൻ നിങ്ങളുടെ സ്വന്തം AJP ആലിൻ ജോസ് പെരേര. അപ്പോ കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിനെ ഒരു ക്രിസ്മസ് വിരുന്ന് നിങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അപ്പോ ഈ വർഷം 2026 ജൂണാണ്. അപ്പോൾ ജൂൺ 20 അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ റോസ്റ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനായിട്ട് ചിക്കൻ തയ്യാറാണ്. നമ്മുടെ മസാലപ്പൊടികളുണ്ട്, ഗരം മസാല, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി, സവോള, നാരങ്ങ, പച്ചമുളക്, ഇഞ്ചി, ഗ്യാസ്. അപ്പോൾ എല്ലാം നമുക്ക് പ്രിപ്പയർ ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഒരു 15-20 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പാൻ ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കാം. ചൂടാവട്ടെ. ചൂടായി. അപ്പോൾ അതിലേക്ക് സ്വല്പ ചിക്കൻ കറി വെക്കാലോ. ചിക്കൻ ഉണ്ട്, മല്ലിപ്പൊടി, ഗരം മസാല, തക്കാളി, എല്ലാം കൂടി ഉള്ളൊരു ചിക്കൻ മസാല, എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ളൊരു പെരേര കിച്ചൻ ചിക്കൻ കറി, സ്പെഷ്യൽ ചിക്കൻ കറി, ചിക്കൻ കോഴിക്കറി മുളക് പൊടി പുരട്ടി, മഞ്ഞൾപ്പൊടിയും പുരട്ടി, മല്ലിപ്പൊടിയും ഗരം മസാലയും പുരട്ടി ചട്ടിയിലിട്ട് വറക്കാം. ചട്ടിയിലിട്ട് വറത്തിട്ട് ബ്രെഡും കൂട്ടി കഴിക്കാലോ. ലാ. ചിക്കൻ കറിയോ ഇല്ല, ഇത് അടിയും വെച്ചണം. അവിടെ അടിയിൽ പോയി അത് ആ പേപ്പർ ഒടിച്ച് ആ പേപ്പർ അപ്പുറത്തോടി പോയി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഗ്ലാസ് വെക്കുകയാണ് കണ്ണിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു തുടി. അപ്പം നമ്മൾ ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന കുറച്ച് സവാള നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഇടുന്നുണ്ട്, ഇഞ്ചി ഇടുന്നുണ്ട്, പച്ചമുളക് ഇടുന്നുണ്ട്, ഇത്ര കിട്ടും. ബാക്കി പിന്നെ ഇടാം. അപ്പൊ നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവാളയും പച്ചമുളകും എല്ലാം ഒരു ബ്രൗണിഷ് നിറമാകുമ്പോഴാണ് നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാൻ പറ്റുന്നത്. നമ്മൾ ഇടക്ക് ബീഫ് കറി വെക്കാറുണ്ട്. ബീഫ് കറി, ഇടക്ക് ഫിഷ്, എല്ലാം നമ്മൾ ട്രൈ ചെയ്യാണ്. ഇനിയിപ്പോ എല്ലാം നമ്മൾ ഈ AJP കിച്ചൺ അല്ലെങ്കിൽ AJP കുക്കർ ഷോ എന്ന് പറഞ്ഞ ഈ ഷോയിലൂടെ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കും. നമ്മൾക്ക് പാചകം അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴാണല്ലോ. ഇതിപ്പോ ഞാൻ തന്നെ ചെയ്യണമല്ലോ. ഇതിനു മുമ്പ് നമ്മുടെ കൂട്ടുകാരത്തോടെ വെച്ചാണല്ലോ നിമ്മടൊപ്പം നമ്മൾ പാചകം ചെയ്തതല്ലേ. ഒറ്റക്ക് ആദ്യമായിട്ടാ ഞാൻ. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാ ഇത് വെച്ച് കഴിയുമ്പോ അറിയാം. ഒരു ബ്രൗണിഷ് നിറം വരുന്നുണ്ട്, നമുക്ക് നോക്കാം. നമ്മള് പാചക ബുക്ക് നോക്കിയാ പഠിച്ചത്. അതിൽ വെറൈറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നത്. തക്കാളിയൊക്കെ അരിഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെന്താ പറയാ, തൈര് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത്. ബിരിയാണി അരി, മുന്തിരി, കശുവണ്ടി, പിന്നെ
ബിരിയാണി മസാല, പിന്നെ ഈ പറഞ്ഞ സവാളയൊക്കെ നല്ല രീതിയിൽ മൂപ്പിച്ചിട്ട് അതിനകത്ത് ഇടണം. ബിരിയാണിക്ക് വേണ്ടത് എന്ത് അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റേഷൻ അരിയാണോ അല്ലെങ്കിൽ മുത്തരിയാണോ പച്ചരിയാണോ? ബസുമതി അരി. ബസുമതി അരി. 1 കിലോ ബിരിയാണിക്ക് എത്ര കിലോ ചിക്കൻ വേണ്ടി വരും? അല്ല, നമ്മള് ആ ഒരു ആവശ്യത്തിന് ഉണ്ടാക്കുക. 4 ആൾക്കുള്ള ബിരിയാണിക്ക് വേണ്ടി എത്ര കിലോ അരി വെള്ളത്തിലിടണം? 1.5 കിലോ അരി വെള്ളത്തിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ സവാള നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തക്കാളി, നമ്മളിപ്പോൾ ഒരു തക്കാളി എടുത്തേക്കണത് അതിൻ്റെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതൊന്നിട്ട് കൊടുക്കുക. ബാക്കി സവാള കൊടുക്കുക. നമ്മളത് മാക്സിമം ഒരു ബ്രൗണിഷ് ആണ് വരെ നമ്മൾ അത് ഇളക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്, ഒരു സ്പൂൺ. അതിനുശേഷം മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഒരുപാട് സ്പൂണില്ലാത്തതുകൊണ്ട് ചിക്കൻ മസാല അത് നമ്മൾ ഫുൾ ഇടുന്നുണ്ട്. എണ്ണ ഒഴിച്ചാൽ ചുറ്റെണ്ണ വയ്ക്കും. അപ്പോ നമ്മളെല്ലാം മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം മുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, എണ്ണീട്ട് കൊടുക്കാം. So, ഉണ്ടായിക്കൊണ്ടിരിക്കണേ. വെള്ളം ഒഴിക്കാന്ന് ഇങ്ങോട്ടും മാറുമ്പോഴൊക്കെ ഞാനും തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ ആദ്യമൊക്കെ വീട്ടില് ഓരോ കറി ചൂടാക്കി ഞാൻ പഠിച്ചത്, വെള്ളം ഒഴിച്ചൊക്കെ. പിന്നെ നമ്മൾ ഉണ്ടാക്കി ഇറച്ചിക്കറിയിലാ പഠിച്ചത്. ഇപ്പൊ ചിക്കൻ കറി ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാ. ഇതിനു മുമ്പ് നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതല്ലേ, നിമ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയില്. അതാണ് നമ്മൾ പഠിച്ചത് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നത് അവളുടെ തന്നെയാണ്. കറി 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 അടിപൊളി കറി, വെറൈറ്റി കറി കണ്ട, എന്റെ ചിക്കൻ കറി കണ്ട, എജെപിയുടെ ചിക്കൻ കറി കണ്ട. ചിക്കൻ ഉണ്ട്, തക്കാളി ഉണ്ട്, തൈരൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ അടിപൊളി അടാറ് ഐറ്റം. ഇത് ചിക്കൻ കറി, എജെപിന്റെ ചിക്കൻ കറി. ഇത് പേരേടെ സ്റ്റൈലടാ, ഇത് വേറെ സ്റ്റൈലടാ. ഒന്ന് തിന്ന് നോക്ക്, ഒന്ന് വെച്ച് നോക്ക്. വായിലേ കപ്പലോടും ചിക്കൻ. ഓ കോയി കൊക്കരക്കോ, കൊക്കരക്കോ ചിക്കൻ കറി. ഓ ചിക്കൻ കറി, വെറൈറ്റി ചിക്കൻ കറി. കൊള്ളാം. ഇതുവരെ നിങ്ങൾ ഇന്ത്യ കഴിക്കാത്തൊരു ഭക്ഷണം. വെറൈറ്റി സൂപ്പർ. എനിക്ക് തന്നെ ഇത്
കഴിക്കാൻ കൊതിയാവുന്നു. വാക്കുകളില്ല. തലക്ക് പോറിൽ തല മതി. അയ്യോ മറ്റേ